ഗപ്പികൾ അധിക സമയം വെള്ളത്തിൻ്റെ ഉപരിതലത്തിലാണ് നീന്തി നടക്കുക. അപ്പോൾ സൈഡിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ക്ലിപ്പിൽ ശരിക്കും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. താഴെ ഇറങ്ങി വരില്ല എന്നല്ല, അധികം മുകളിലാണ്. അപ്പോൾ ഇതിൽ കളറ് കൂടുതൽ ഭംഗിയുള്ളതായിരിക്കും മെയിൽ ഫിഷ്, വലിപ്പം കുറവായിരിക്കും. അപ്പോൾ ഇതൊരു മെയിൽ ഫിഷ് ആയിരിക്കണം. വണ്ണം കുറവാണ്, വാലിന് കുറച്ചുകൂടെ നല്ല കളറുണ്ട്. ഫീമെയിൽ ഫിഷ് ഉണ്ട്, പക്ഷേ ഇതിൽ വരുന്നില്ല. ഇതൊക്കെ ഇവിടെ ഉണ്ടായ ഗപ്പിക്കുഞ്ഞുങ്ങൾ വലുതായി ഉണ്ടായതാണ്. 6 എണ്ണമാണ് വലുതായി കിട്ടിയത്. 10-15 എണ്ണം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ആ സമയത്ത് ഇതിൻ്റെ പാരൻസൊക്കെ പോയി. അപ്പോൾ ഇപ്പം കുഞ്ഞുങ്ങളാണ് വലുതായിട്ട് ഗപ്പികളായിട്ട് ചെറിയ അക്വേറിയത്തിലുള്ളത്. ഇതൊരു ചെറിയ അക്വേറിയം, ഞാൻ ആദ്യം വാങ്ങിച്ചതാണ്. ഇതൊരു കമ്മ്യൂണിറ്റി അക്വേറിയം ആയിരുന്നു ആദ്യം. പലതരം മീനുകളുണ്ടായിരുന്നു. പിന്നെ ഓരോന്നോരോന്നായിട്ട് സ്ഥലം വിട്ടപ്പോൾ കുറച്ച് കാലം കാലിയായി. അത് അപ്പം പോയത് ഫീമെയിലാണെന്ന് തോന്നുന്നുണ്ട്, താഴേക്ക് പോയത്. അപ്പം പിന്നീട് അതിനുശേഷം വീണ്ടും വേറൊരു പ്ലാസ്റ്റിക് ബക്കറ്റിലല്ല, ഒരു ചെടിച്ചട്ടി, വെള്ളം നിറച്ച് ചെടിച്ചട്ടിയിൽ ഞാൻ ഫിഷ് വളർത്തുമായിരുന്നു. അതിൽ കുറേ ഗപ്പി ഉണ്ടായിരുന്നു. അതിൻ്റെ 2ാം തലമുറയാണ് ഈ കാണുന്നത്. മുമ്പ് പലതരം വാട്ടർ പ്ലാന്റ്സ് ഇടാറുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ നിർത്തി. ഗപ്പിയെ കൊണ്ട് വലിയ ശല്യമല്ല കേട്ടോ. ഗോൾഡ് ഫിഷും പല ഫിഷുകളും വാട്ടർ പ്ലാന്റ്സൊക്കെ തീർക്കും. ഇതിപ്പോൾ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ആണ്. അത് ഗോൾഡ് ഫിഷിൻ്റെ ടാങ്കിലേക്ക് വാങ്ങിച്ചപ്പോൾ കുറച്ച് ഇതിലും വാങ്ങിച്ചു, ഇതിലിട്ടു. ഇടയ്ക്കിടയ്ക്ക് കഴുകിയില്ലെങ്കിൽ വൃത്തിയില്ലാണ്ടാവും കേട്ടോ. പിന്നെ ആ ഫിൽറ്റർ വെച്ചിട്ടില്ലെങ്കിലും ഫിൽറ്റർ കം എയറേറ്ററാണ് ബബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും വെള്ളം മോശമാകുമ്പോൾ ചെളി പിടിക്കും. അപ്പോൾ പുറത്തെടുത്തിട്ട് കഴുകണം. അതുപോലെ തന്നെ ഫിൽറ്റർ ബ്ലോക്കായി കഴിഞ്ഞാൽ അതും പുറത്തെടുത്തിട്ട് അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു സ്പോഞ്ച് ഉണ്ടാവും, അതെടുത്ത് കഴുകിയിട്ട് വീണ്ടും ഫിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ തീരെ എയർ വരില്ല.